അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ പരദൂഷണം പറയരുത്. പല ആളുകൾക്കും പരദൂഷണം എന്താണ് എന്നറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അവർ ജനങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് പരദൂഷണം എന്ന് നമുക്ക് പഠിക്കാം. സമാനമായ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാന കാര്യങ്ങൾ പഠിക്കാനുള്ളൊരവസരമാണിത്. സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്താണ് പരദൂഷണം എന്ന് പഠിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും സഹാബത്തിനോട് ചോദിച്ചു, അതദ്റൂന മൽ ഗീബ, ഗീബത്ത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? പരദൂഷണം എന്താണ് എന്നറിയാമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനുമാണല്ലോ അതറിയുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിങ്ങളുടെ സഹോദരൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പറയലാണ്. അഥവാ നിങ്ങളത് പറയുന്നത്, മറ്റൊരാളോട് പറയുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുന്നതാണ് ഗീബത്ത് എന്ന് പറയുന്നത്, പരദൂഷണം എന്ന് പറയുന്നത്. അപ്പോൾ സഹാബികൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്തു. എന്താണത്? നബിയെ, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂലു, ഞാൻ പറയുന്ന കാര്യം ആ സഹോദരന് ഉള്ളതാണെങ്കിലോ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത കാര്യമാണ് പറയുന്നത്, ചെയ്യാത്തതല്ല. അയാളിലുള്ള ദൂഷ്യമാണ് പറയുന്നതെങ്കിലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബ്തഹു, നിങ്ങൾ പറയുന്നത് അവനിലുണ്ടെങ്കിൽ അതിനാണ് പരദൂഷണം എന്ന് പറയുന്നത്. വ ഇല്ലം യകുൻ ഫീഹി, അയാളിൽ ഇല്ലാത്തതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഫഖദ് ബഹത്തഹു, അയാളെക്കുറിച്ച് നിങ്ങൾ കളവ് പറഞ്ഞു എന്നാണ് പറയേണ്ടത്. അപ്പോൾ കളവ് പറയലും പരദൂഷണം പറയലും രണ്ടും രണ്ടാണ്. ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് പരദൂഷണം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് പറയലാണ്, ഉള്ളതാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. എന്നിട്ട് തൻ്റെ വീട്ടുകാരോടോ കൂട്ടുകാരോടൊക്കെ മറ്റുള്ളവരെക്കുറിച്ച് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയിലുള്ള ദൂഷ്യം നമ്മൾ മറച്ചു വെക്കുകയാണ് വേണ്ടത്. അത് മറ്റൊരാളോട് പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ അയാളിലുള്ള ദൂഷ്യം അയാൾ മറ്റൊരാൾ അറിയാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, അയാൾക്ക് വെറുപ്പുള്ളൊരു കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതാണ് ഗീബത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പലരും ആ തെറ്റിദ്ധാരണ ഒഴിവാക്കുക. ഉള്ളതാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല, ഏറ്റവും അടുത്തവരോട് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ രണ്ട് ധാരണയും തെറ്റാണ്. ആരോടും പറയരുത്, ഒരാളുടെ ദൂഷ്യം പറയരുത്, അല്ലാതെ ഇല്ലാത്തത് പറയലല്ല, അത് കളവ് പറയലാണ്, അതിന് വേറെ കുറ്റമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ സഹോദരൻ്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ പരദൂഷണം എന്ന് പറയുന്നത് ഒരാളുടെ പച്ചമാംസം തിന്നലാണ് എന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും കാണാം. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളുടെ ദൂഷ്യം നമ്മൾ ആരോടും പറയാൻ പാടില്ല, അത് മറച്ചു വെക്കുക. സഹോദരന് വേണ്ടി അള്ളാഹുവിനോട് പുറക്കലിന് തേടുകയാണ് വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം.